എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡ് സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി, അതിനുശേഷം ഇച്ചിരി ഒരു പേരിന് മാത്രം ഒന്ന് മൈനസിലോട്ട് വന്നു. അതിനുശേഷം തിരിച്ച് മുകളിലോട്ട് വൺ സൈഡ് കയറ്റമായിരുന്നു. നിഫ്റ്റിക്കകത്ത് ബാങ്ക് സെക്ടറാണ് സപ്പോർട്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം അതുപോലെ തന്നെ. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും അറിയാം, ഓപ്പണിംഗ് ഫ്ലാറ്റ് വന്നു, ഫ്ലാറ്റ് ഇച്ചിരി പ്ലസിലോട്ട് പോയി, അതിനുശേഷം മൈനസ് വന്നു, അതിനുശേഷം തിരിച്ച് കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ പോകുമായിരുന്നു. ഇന്നലെ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് അഥവാ തിരിച്ച് ഗ്രാഫിക് കാണിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചിറങ്ങിയിട്ട് തിരിച്ച് കയറിപ്പോകാനാണ് ചാൻസ് കൂടുതലെന്ന്. അപ്പോൾ ഏകദേശം അതുപോലൊക്കെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഷെയർസിനകത്ത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് മറ്റ് മാർക്കറ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് കിടക്കുന്നത്. ഡോ ജോൺസും S&Pയും നാസ്ഡക്കും എല്ലാം. യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായിട്ടാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 32+ കാണിക്കുന്നുണ്ട്. നാളെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്. ഏഷ്യൻ മാർക്കറ്റും വലിയ കുഴപ്പമില്ല, പ്ലസ്സിലായിരുന്നു എന്ന് പറയാം. നമുക്കിപ്പോൾ നാളത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയർസ് ഒന്ന് നോക്കാം. നാളത്തെ നമ്മൾ 17 ഷെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 17 ഷെയർ ഈ ലാസ്റ്റിൽ കാണുന്ന കുറച്ച് ഷെയറുകൾ ഇച്ചിരി വീക്ക്നെസ് കാണിക്കുന്ന ഷെയറുകളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് തലേ ദിവസത്തെ അതിനകത്ത് R1 പിന്നെ ക്ലോസിങ് R1 ഹൈ അല്ല ഏകദേശം അടുത്തടുത്തൊക്കെ ആയിരിക്കും. എക്സാമ്പിൾ ഈ TC എക്സ്പ്രസ് നോക്കി 1027, 1025. അപ്പോൾ ഇത് കുറച്ചൊരു 5-10 രൂപയൊക്കെ കയറിയിട്ട് ഇപ്പം R1 മുകളിൽ R1 അല്ലെങ്കിൽ ഇത് R2 മുകളിൽ വന്നിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും. ഓൾറെഡി വീക്ക്നെസ്സാണ് ഈ ഷെയർ കാണിക്കുന്നത്. ടാറ്റ മോട്ടേഴ്സും അതുപോലെ തന്നെ. ടാറ്റ മോട്ടേഴ്സും ഹൈ 68, 970 R1. ഈ റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇതിനകത്തൊക്കെ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. ഷെയർ വീക്ക്നെസ് കാണിക്കുന്നുകൊണ്ടാണ് ഈ 3 ഷെയറുകൾ ഞാൻ അതുപോലെ എടുത്തിട്ടേക്കുന്നത്. ലെവലുകൾ വന്ന്, അതായത് ഇപ്പം 398, നാളെ 418, 422 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാം. അതുപോലെ നാളെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള വേറെ ഷെയറുകൾ ഈ DYCL എന്ന് പറയുന്ന ഷെയർ ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. നാളെ ഈ ഷെയർ ഇതിൻ്റെ ഓൾ ടൈം ഹൈ 618 ആ റേഞ്ചിലും കണ്ട് DYCL 52 വീക്ക് ഹൈ 608 ആണ്. അപ്പോൾ നാളത്തെ ദിവസം ചിലപ്പോൾ ആ റേഞ്ച് ഒന്ന് കട്ട് ചെയ്ത് നിൽക്കുവാണ്. കട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ DYCL 600 ഇന്നത്തെ ഹൈയുടെ മുകളിൽ, ഈ ഹൈയുടെ മുകളിൽ പോയിട്ടിറങ്ങാനാണ് എനിക്ക് ചാൻസ് കൂടുതൽ. R1 വന്ന് കിട്ടിയ ഏറ്റവും നല്ലത്. പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ തന്നെ 5% മുകളിലായിരിക്കും ഓൾറെഡി. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പിന്നെ എക്സ്പീരിയൻസിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ 600 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങി അതിൻ്റെ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എൻട്രി സെല്ലിങ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ DP വയർ 538 R1. ഈ റേഞ്ച് പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതല്ല ഈ പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ തന്നെ നമുക്ക് ചാൻസ് എടുക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അത് നോക്കിച്ചേണം. അതിനകത്തിലൊരു മൂവ്മെൻറ്റ് ഹെവി ആണെങ്കിൽ കഴിവ് ഒഴിഞ്ഞ് നിൽക്കുക. പിന്നെ ചാൻസ് എടുക്കാൻ നല്ല വോളിയത്തിട്ട് ഇടാവുന്ന ഷെയർ. അപ്പോൾ ലെവലുകൾ വന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ ഹെവി മൂവ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ ഈ ആലംബിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈയോ, അതായത് 103.40 അല്ലെങ്കിൽ 105 റേഞ്ചിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാം. HG ഇൻഫ്രയും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. വലിയ കുഴപ്പമില്ലാത്ത ഷെയറാണ്. അതുപോലെ പെനിൻ ലാൻഡ് എന്ന് പറയുന്ന ഈ ഷെയർ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല പ്രീവിയസ് ഡേ ഹൈ, അതായത് 71-80 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ വോളിയത്തോടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ ടെക്സ് ഇൻഫ്ര എന്ന് പറയുന്ന ഷെയർ ഇതും വന്നിട്ട് R1 ഇറങ്ങുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഈ റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുക. ആർതി ഫാർമ പറയുന്നത് എനിക്കൊന്ന് റിസൾട്ട് വന്ന് നല്ല റിസൾട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ 6 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടിയാൽ നമുക്ക് എടുക്കാൻ പറ്റും.
അതുപോലെ ജി കെ വയറും എന്ന് പറഞ്ഞ ഷെയറിൻ്റെ ആവറേജ് കാണിച്ചു തരാം. 106 ആവറേജ്. അപ്പോൾ 106 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചാൻസ് എടുക്കാം. ഫിൻപൈപ്പിനകത്തും എല്ലാം നമ്മൾ പറയുന്ന ഏകദേശം ആ റേഞ്ചിൽ കിട്ടും. പിന്നെ ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്തൊന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഈ കൊച്ചിൻ ഷിപ്പയുടെ മസ്ഡോക്കൊക്കെ ചിലപ്പം വീണ്ടും നാളെയും ചിലപ്പോൾ ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ഈ റെയിൽടെൽ എന്ന് പറയുന്ന ഷെയർ 403 മുകളിൽ പോയിട്ട് ഈ 400 രൂപയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ 403 കട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി ചെയ്യാം. തിരിച്ച് താഴെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മുടെ ഗ്രൂപ്പ് ഈ ട്രേഡ് ചെയ്യുന്ന പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധം ഒരു സ്റ്റോപ്പ് ലോസ് ഇടത്തില്ല. അഥവാ ഒരു സ്റ്റോപ്പ് ലോസ് പോയ അടുത്ത ചാൻസ് വീണ്ടും തരും. ആ സമയത്ത് വീണ്ടും നമുക്ക് എൻട്രി എടുത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഷെയറിനകത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 17 ഷെയർ തന്ന എന്തായാലും അതിനകത്ത് ഒരു 8-9 ഷെയർ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ട്രേഡിങ്ങിന് കിട്ടും. നമ്മളെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കി പുതിയതായിട്ടുള്ളവർ കണ്ടുപഠിക്കാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ചെയ്യുന്നവരെ അത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് കൃത്യമായിരിക്കണം. അതുപോലെ ഹെവി മൂവ്മെൻ്റ് ആണെന്ന് കാണുന്ന ഷെയർസിനകത്താണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേങ്കിൽ ലൈവ് മാർക്കറ്റിൽ അത് നമ്മുടെ മൈൻഡ് അതുപോലെ വർക്കാകത്തില്ല. അതിന് നല്ല പ്രാക്ടീസ് വേണം, കോൺഫിഡൻസ് വേണം. പല കാര്യങ്ങളും അതെല്ലാം നമ്മൾ തന്നെ മെരുക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സ്വഭാവത്തിൽ മെരുക്കിയെടുക്കണം അത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നാളത്തേനുള്ളത്. നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകളാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 19 ഷെയർ എടുത്തതിനകത്ത് 9 ഷെയർ നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. വേറെ കുറേ ഷെയറിനകത്ത് പല പ്രാവശ്യം ചാൻസ് തന്നിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റ് ലെവലുകൾ വന്ന് ഇറങ്ങിയെടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ഇന്നും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് സ്മാർട്ട് ലിങ്ക് എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു 5-6 ഷെയർ ഞാൻ കാണിച്ചു തരാം. സ്മാർട്ട് ലിങ്ക് എന്ന് പറയുന്ന ഷെയർ സ്മാർട്ട് ലിങ്ക് ഓപ്പണിങ് നല്ല ചാൻസാണ് നമുക്ക് തന്നേക്കുന്നത്. സ്മാർട്ട് ലിങ്ക് ഇപ്പോൾ ക്ലോസിങ്ങിനത് അപ്പർ സർക്കിട്ട് നമുക്ക് ഓപ്പണിങ്ങിൽ ഇത് എന്തെത്തുന്നുണ്ട്. ഇവിടുന്നാണ് നമുക്ക് ചാൻസ് തരുന്നത്. 318 റേഞ്ച് ചെയ്യുന്നത് 300 വരെ വന്നു. 300 സപ്പോർട്ട് എടുത്തു. അത് തിരിച്ച് കയറി പോയി ലോക്ക് അടിച്ചു. ഇത് ASM ലിസ്റ്റ് വന്ന ഷെയറാണ്. നാളെ വീണ്ടും തിരിച്ച് ഈ ഷെയർ ഇറങ്ങാനാണ് ചാൻസ്. നോക്കി ട്രേഡ് എടുക്കുന്നവർക്ക് ലെവലുകൾ വന്നിട്ട് നോക്കിയെടുക്കുന്നവർക്ക് ഈ ഷെയറിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. നാളെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചാൻസ് തന്നത് MRO ടെക് എന്ന് പറയുന്ന ഒരു ഷെയർ. അതിനകത്ത് വലിയ ചാൻസ് തന്നില്ല. പക്ഷേങ്കിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിൽ പോയി ഇവിടെ നമുക്ക് ചെറിയൊരു ഇത് പക്ഷേ നമ്മൾ വേണ്ട, ഇത് നമ്മൾ അവോയ്ഡ് ചെയ്ത് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്ന റിസ്ക്കാണ്. ഈ ഷെയർ എന്നിപ്പോൾ നോക്കണ്ട. ഡീലിങ്ക് ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ. ഡീലിങ്ക് ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി 404 താഴെ ഇറങ്ങി നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 395 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അതായത് 9 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ചിത് 404 വരുന്നുണ്ട്. വീണ്ടും തിരിച്ചിറങ്ങുന്നുണ്ട്. വീണ്ടും നമുക്ക് 12 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ 9, ഇവിടെ 12, ഇവിടെ വീണ്ടും ഏകദേശം അടുത്ത് വരുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇത് അങ്ങ് അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റ് ടൈമിലോട്ടുള്ള ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക. ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് പ്രോഫിറ്റാണ്, പക്ഷേ ഇത് അവോയ്ഡ് ചെയ്യുക. ഈ 2 എൻട്രിയിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതിനുശേഷം SCPL എന്ന് പറയുന്നൊരു ഷെയർ. ഇവിടെ നമുക്കൊരു ചാൻസ് വരുന്നുണ്ട്. 498 എൻട്രി എടുത്താൽ നമുക്ക് 487 11 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറിപ്പോയി എന്ത് ചെയ്യും, തിരിച്ച് കയറിപ്പോയി ഹൈ അടിക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിൽ പോകുന്നെന്ന് നോക്കുക. അതല്ലെങ്കിൽ തിരിച്ചിറങ്ങുവാണെങ്കിൽ നോക്കുക. ഇവിടെ നേരെ പോയി ഹൈ അടിക്കുന്നു. പുതിയ R2 മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മളിപ്പോൾ 511 റേഞ്ച് വരെ എൻട്രി എടുത്താൽ പിന്നെ വൺ സൈഡ് പോകാതെ ആയിട്ട് നോക്കി 511 10 എടുത്താൽ 482 79 വരെയൊക്കെ വരുന്നുണ്ട്. അതായത് 30 രൂപ പ്രോഫിറ്റ് പിന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പ്രോഫിറ്റ് കൊടുത്ത് 9 രൂപ കാണിച്ചു. അതിനുശേഷം അടുത്ത ലെവലിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുമ്പം വൺ സൈഡ് മൂവ്മെൻറ്റ് 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്പെൻസർ എന്ന് പറയുന്ന ഷെയർ. സ്പെൻസർ റീറ്റെയിൽ വന്നിട്ട്
സ്പെൻസറിനകത്ത് ലെവൽ വരുന്നില്ല, പക്ഷേ എങ്കിൽ ഇത് കണ്ടില്ല 98 ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ സ്പെൻസറിനകത്ത് ഇരിക്കുന്നത് അതിൻ്റെ ആവറേജ് ആയിരിക്കാം അത്. സ്പെൻസർ 98 ഇല്ല, ആവറേജും ഇല്ല. അപ്പോൾ സ്പെൻസറിനകത്ത് നല്ല ഇപ്പം എനിക്കാണെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ഈ നോർമൽ നമ്മൾ പറയുന്ന രീതി ചെയ്യുമ്പോൾ ആൾക്കാർ ലെവൽ വന്നിട്ട് നോക്കി ഇരിക്കും. അപ്പോൾ അതും നോക്കണ്ട. തേജസ് നെറ്റ് ഇത് സ്പെൻസർ നമ്മളിപ്പം ഏകദേശം ഈ റേഞ്ചിൽ കിട്ടി. ഇവിടെ എൻട്രി എടുത്താൽ 98 എൻട്രി എടുത്താൽ വൺ സൈഡ് താഴോട്ടാണ് പോകുന്നത്. ഈ ലെവലൊന്നും വന്നില്ലെന്നേ ഉള്ളൂ. നമുക്കതിൻ്റെ ആവറേജ് ഈ റേഞ്ച് 94 ആണ് ഇന്നലത്തെ. ആ റേഞ്ചിൽ നിന്ന് എടുത്താലും നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ ലെവലുകൾ വരാത്തതുകൊണ്ട് അത് നമ്മൾ നോക്കുന്നില്ല. അടുത്തത് തേജസ് നെറ്റ്. ഓപ്പണിങ്ങിൽ ഇവിടെ അതും ഏകദേശം അടുത്തേ വരുന്നുള്ളൂ. തേജസ് നെറ്റ് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അല്ല, പ്രീവിയസ് ഡേ ഹൈ അടിച്ചോ? പ്രീവിയസ് ഡേ ഹൈ അടിച്ചില്ല, ജസ്റ്റ് അവിടെ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ 1217 ആ റേഞ്ചിലൊക്കെ എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 16, 15 ആ റേഞ്ചിലൊക്കെ എടുക്കുകയാണ്. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. 20 രൂപയുടെ ഒരു 2 രൂപയുടെ വ്യത്യാസത്തിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ രീതി വെച്ച് എടുക്കുകയാണെങ്കിൽ 10-35 രൂപ പ്രോഫിറ്റ് കിട്ടും. ഒരു തന്നെ ലാസ്റ്റ് പിന്നെ ആവറേജ് വന്നിട്ട് പിന്നെ തിരിച്ച് ലാസ്റ്റ് വീണ്ടും നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം ഹെറിറ്റേജ് ഫുഡ് എന്ന് പറയുന്നൊരു ഷെയർ. ഹെറിറ്റേജ് വീട് ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. നമുക്ക് 366 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 302 രൂപയുടെ വ്യത്യാസത്തിൽ ഇട്ടാൽ മതി സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് 366 എന്നാൽ 356 10 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. മാരിക്കോ എന്ന് പറയുന്ന ഷെയർ നല്ല ഷെയറാണ്. അത് ഓപ്പണിംഗ് ഫ്ലാറ്റ് ആയിരുന്നതിന് ശേഷം ഇവിടെയാണ് നമുക്ക് കയറി പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ച് അത് 2 ഏകദേശം അടുത്തടുത്താണ് കിടക്കുന്നത്. അത് 2 ഹൈയിൽ പോയിട്ട് ഇറങ്ങി. നമുക്കിവിടെ എൻട്രി എടുക്കാം. 605 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 598 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് അത് വലിയ മൂവ്മെൻറ്റ് വന്നില്ല, എന്നാലും നമ്മൾ റേഞ്ചിൽ നിന്ന് കറക്റ്റ് തന്നത്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ നമുക്ക് 854 75 എൻട്രി എടുത്താൽ നമുക്ക് 875 9 രൂപ പ്രോഫിറ്റ്. പിന്നെ നമുക്ക് കാര്യമായിട്ടില്ല, പക്ഷേങ്കിൽ ഇവിടെ വരുന്നുണ്ട്. പ്രീവിയസ് ഡേ ഹൈ വരുന്നുണ്ട്, വീണ്ടും നമുക്ക് എൻട്രി തരുന്നുണ്ട്. പക്ഷേങ്കിൽ 1-2 എൻട്രി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. വേറെ ഷെയർസിനകത്തുമൊക്കെ ഇപ്പം നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ചാൻസ് തന്നിട്ട് തിരിച്ച് വീണ്ടും കയറുന്നുണ്ട് ഷെയറുകൾ. അപ്പോൾ നോക്കിയിരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് പറ്റും. അപ്പം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ട്രേഡ് എങ്ങനെ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.